இவ்வளவு செக்யூரிட்டி இருந்து மியூசியத்துல இந்த கிரீடம் எப்படி திருட்டு போச்சு? போலீஸாருக்கு தெரியாம நடந்திருக்கவே முடியாது. ஆமா சார். என்ன எங்க வேடிக்கை பார்க்கறேன்? ഇന്നലെ രാത്രി കിരീടം മോഷണം പോയ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റി സ്റ്റാഫിനെയും കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുവരണം. എനിക്ക് എല്ലാരും ചോദ്യം ചെയ്യണം. உங்களைத்தான் சஸ்பெண்ட் பண்ணும். ஏயா நீ ஏன் செக்யூரிட்டிக்காரனுக்கு துப்பாக்கி கொடுக்கல? കൊടുത്തச்சு சார். அப்ப திருடன் ஏன் அந்த ஷூட் பண்ணல? he is not an ordinary criminal. தமிழ்ல பேசியா? ഇംഗ്ലീഷ്കാരൻ ഊരെ വിട്ട് പോയാച്ച് ഇനി ഏൻ ഇംഗ്ലീഷിൽ പേസിക്കിട്ട്? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഇത്രയും വില കൂടിയ ഒരു കിരീടം ഈ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി മ്യൂസിയത്തിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാമെന്ന് സെൻട്രൽ മിനിസ്റ്റർ സമ്മതിച്ചപ്പോ നിങ്ങൾക്കെന്താ ഒരു സീരിയസ്നെസ് വേണ്ടേ? ராஜா செங்குட்டுவன் காலத்துல கடவுளுக்கு போட்ட அந்த தங்க கிரீடத்தை நம்மளால காப்பாற்ற முடியல. அதோட மதிப்பு நான் தெரியுமா உங்களுக்கு? കാഞ്ചി വലിച്ച പൊട്ടാത്ത തോക്കും കൊടുത്ത് കുറെ മണ്ടന്മാരെയാണോ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്? അപ്പഴേക്കാണെങ്കിൽ സാർ സാർ, പൊട്ടുന്ന തോക്കുകൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കൂടുതലില്ലാന്ന് സാർ മനസ്സിലാക്കണം. അതിരിക്കട്ടെ, മോഷ്ടാവിനെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നിരിക്കണം. അല്ലെങ്കിൽ അലാറം അടിക്കുന്ന ഏരിയയിലൊന്ന് സ്പർശിക്ക പോലും ചെയ്യാതെ കിരീടം എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കമാണ് അയാൾ കാണിച്ചത്. കള്ളനെ പോലത്തെ കാര്യം പറയൂ. ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു മഞ്ഞ ടാക്സി തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ മ്യൂസിയത്തിലേക്ക് വന്നത്. മോഷണത്തിന് ശേഷം കാർ ഹൈവേയിൽ ഉപേക്ഷിക്കാനുണ്ടായത്. ഇന്ത്യ കോണ്ടിനെന്റൽ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് പോൾ ബാർബർ എന്ന പേരിൽ ഒരാൾ അവിടെ താമസിച്ചിരുന്നുവെന്നാണ്. വെളുപ്പിന് 5:30 മണിക്ക് കീറിയ ഒരു കറുത്ത ഷർട്ടും ചോര ഒലിപ്പിക്കുന്ന മുതുകുമായി അയാൾ പുറത്തു നിന്ന് കയറി വരുന്നത് റിസപ്ഷനിസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു, കയ്യിലൊരു ബാഗുമായി. ഉടനെ വേഷം മാറി വന്ന അയാൾ റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഈ പോൾ ബാർബർ ലുഫ്താൻസക്കാരുടെ ഫ്ലൈറ്റിൽ ന്യൂയോർക്കിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. ഓ മൈ ഗാഡ്, இவர் என்ன சொல்றாரு? എല്ലാം അപ്പുറമാ சொல்றேன். മ്യൂസിയത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ ആവണം പുറം മുറിഞ്ഞത്. വേലിയിൽ നിന്ന് ഒരു കഷ്ണം കറുത്ത തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ തന്നെ ആവണം അയാൾ. கிரீடம் கிடைக்கலன்னா உங்களை தீர்த்து கட்டிடுவேன். മുയற்சி பண்ணிடுவோம் சார். அமெரிக்காவுக்கு போன திருடனை எப்படி பிடிக்கிறது? அது அவ்வளவுதான் ஐயா. அப்படி சொல்லாதுங்க சார். உயிரை கொடுத்தும் இந்த கிரீடத்தை நான் திருப்பி கொண்டு வந்துருவேன். நம்பிக்கை இல்ல. ப்ளீஸ் சார், லெட் us wait and see. முதல்ல சொல்லியாச்சு இங்கிலீஷ்ல பேசாதேன்னு. സോറി സാർ, മன்னிച്ചിടുங்க. ഈ മോഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എല്ലാ ഗൗരവത്തോടെയും ഞാനത് മനസ്സിലാക്കുന്നു. വേണ്ടി വന്നാൽ CID വകുപ്പിൽ നിന്ന് ചിലരെ അമേരിക്കയിലേക്ക് അയക്കേണ്ടി വരും. എന്ത് ചെയ്തിട്ടായാലും തുമ്പുണ്ടാക്കിയേ പറ്റൂ. ഇത്തരം പ്രമാദമായ കേസുകൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. അവര് തന്നെ ശരണം. നോക്കിക്കോണം, ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു. നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ, കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ ഒന്ന് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ, നീ ചിലക്കായിരിക്കും. 1 2 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വെടി നോക്കിയോ? അത് കാണും. റെഡി? 1 2 പലകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റായിട്ട് പലകയെ തന്നെയാ കൊണ്ടത്. വാ നോക്കാം. നീ പോയി നോക്കിട്ട് വാ. ഞാൻ വരണോ? വരാൻ. വെടി കൊണ്ടത് പശുവിനല്ല. ഓടിക്കോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഏയ് സർ, മിസ്റ്റർ രാംദാസ് എങ്ങോട്ടാ? ഓട്ടപരിശീലനമാണ് സാർ. കയറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടുകാരൊരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലിയാണ് സാർ. പോവാ 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 പോവാ. இன்னும் ஏதாவது வேணுமா சார்? യു ലൈക്ക് ടു ഹാവ് സം ഐസ്ക്രീം? No, sir.
വൺ ഐസ്ക്രീം. ശരി സർ. ഇറ്റ്സ് റിയലി ഷോക്കിംഗ് സർ. ഇതിലിപ്പോ എന്റെ നില ആകെ പരിങ്ങല്ലായിരിക്കുന്നു. അതെ, മ്യൂസിയത്തിലെ സെക്യൂരിറ്റിയുടെ ചുമതല സാറിനാണല്ലോ. കിരീടം വീണ്ടെടുക്കേണ്ട ചുമതലയെ എനിക്ക് തന്നെ. ഇഫ് നോട്ട് ഐ മേ ഗെറ്റ് ഡിസ്മിസ്. ഹോം മിനിസ്റ്റർ ഫോണിൽ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല സർ. അദ്ദേഹത്തിന്റെ ടെൻഷൻ. മിസ്റ്റർ രാംദാസ് എന്നെ രക്ഷിക്കണം. ഇതിപ്പോ സാറ് 4ാമത്തെ തവണയാണല്ലോ എന്നോട് പറയുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ സാറിനെ സഹായിക്കാൻ കഴിയുമെന്ന് മാത്രം പറയുന്നില്ല. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എത്രയോ വിഷമം പിടിച്ച കേസുകൾക്ക് തുമ്പുണ്ടാക്കിയവരാണ് മിസ്റ്റർ രാംദാസ്, മിസ്റ്റർ വിജയനും. അതുകൊണ്ട് പോൾ ബാർബറെ പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിലേക്ക് പോകണം. അമേരിക്ക? സാർ, ഐസ്ക്രീം വന്ന്. സാറിനോട് വിരോധമുള്ള ആരെങ്കിലും ഐസ്ക്രീം തലയിലേക്ക് ഇട്ടതാണോ? എങ്കിൽ ഈ ഹോട്ടൽ ഞാൻ പൂട്ടിക്കും. മിസ്റ്റർ രാംദാസ്, ഞാനൊരു പ്രതികാരദാഹിയാണ്. എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചുമൂടാനും മടിയുള്ള ആളല്ലേ ഞാൻ. ഞാൻ കേട്ടിട്ടുണ്ട് സാർ. ആ, ഇതെന്താ കളിത്തോക്കാണോ സാർ? നോ, ഇത് അമേരിക്കയിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് തരാനുള്ളതാ. ദാ നോക്ക്, വളരെ ട്രിക്കിയായ ഒരു സാധനമാണിത്. നമ്മുടെ ശത്രു ഈ റിവോൾവർ തട്ടിയെടുത്ത് നമ്മുടെ നേർക്ക് തന്നെ കാഞ്ചി വലിച്ചാൽ ദാ ഇതുപോലെ കത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണേ ഇതിൽ നിന്ന് സീർട്ട് കത്തിച്ച് വലിക്കാം അല്ലേ? സൂക്ഷിച്ചില്ലേ കത്തിക്കുന്നവന്റെ കാറ്റ് പോവും. ആ? വീണ്ടും ഞെക്കിയ വെടി പൊട്ടും. അയ്യോ, എന്തിനാണ് സാർ വേണ്ടാത്ത കോടാലിയൊക്കെ തന്നയക്കുന്നത്? ശരിക്ക് പൊട്ടുന്ന ഒരു തോക്ക് തന്നയച്ചാ പോരെ? പോരാ, അമേരിക്കക്കാരനെ വിരട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. ഇതുപോലുള്ള സാധനങ്ങൾ ജെയിംസ് ബോണ്ട് കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? ഓ അങ്ങനെ. ആ, ശത്രു ചത്താൽ ശക്തി കുത്താനായിരിക്കും ഈ കറുത്ത തുണി അല്ലേ? അല്ല, ഈ കറുത്ത തുണി പോൾ ബാർബറുടെ കുപ്പായത്തിന്റെ ഒരു ചീന്താണ്. കിരീടവും കൊണ്ടവൻ റോഡിലേക്ക് ചാടുമ്പോ മുള്ളുവേലി കുടുങ്ങി കീറിയതാ. ദൃക്സാക്ഷികൾ പറയുന്നത് അയാളുടെ മുതുകിൽ കമ്പി കൊണ്ട് നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ടെന്നാണ്. ഈ തുണിയുടെ കീറിയ മറ്റേ ഭാഗവും മുതുകിലെ മുറിവുമാണ് പോൾ ബാർബറെ തിരിച്ചറിയാൻ നമ്മുടെയിലുള്ള തുമ്പുകൾ. ഈ പോൾ ബാർബർ ഉം. അമേരിക്കയിൽ ഉം. ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നത്? എന്താ? അല്ല, പോൾ ബാർബർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ച് എനിക്ക് ആ വീട്ടിൽ കയറാം. ഈ സിഐഡികൾ പല വേഷത്തിൽ വേണമല്ലോ അന്വേഷണം നടത്താൻ. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ആ. ഇതാണ് എന്നെ ആപ്പിലാക്കിയ കിരീടം. ഇതാണ് ഇത്ര വലിയ കിരീടം. ഇതൊരുമാതിരി ബാലയ്ക്ക് വെക്കുന്ന കിരീടം പോലുണ്ടല്ലോ. കിരീടത്തിന്റെ ഭംഗിയല്ല, അതിന്റെ ആന്റിക് വാല്യൂയാണ് പ്രശ്നം. ഓഹോ ഉം. സാർ, അപ്പൊ എന്റെ ചെലവിന് 5 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി കിട്ടും. എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്. CD വിജയനെ എന്റെ കൂടെ അയക്കണമെന്നില്ല. വെറും കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരുത്തം വന്നിട്ട് അമേരിക്കയിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ മറ്റേ കേസുകളൊക്കെ നിങ്ങൾ ഒരുമിച്ചല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളത്? അങ്ങനെയൊന്നുമല്ല, എന്റെ മാത്രം ബുദ്ധി കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. പിന്നെ എന്റെ വിശാലമായ മനസ്സുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അവനും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ. സർക്കാരിന്റെ കാശ് തിന്നു മുടിക്കാനല്ലാതെ അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശരി, മിസ് രാംദാസിന്റെ ഇഷ്ടം. വിജയ, വിജയ, വിജയ. ഓ, കെട്ടിയെടുക്കണം. എന്റെ മനസ്സ് ഇത്രമാത്രം കല്ലാണെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയായിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ? ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ? മർദ്ദനം മാത്രോ? എന്റെ കഴുത്ത് കിടന്ന 2 പവന്റെ മാല അവന്മാരൂരി എടുത്തു. എരന്ത് പോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തതുകൊണ്ടാ തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ 2-3 മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താ ഒന്നുമില്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എങ്കിൽ വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. ആ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദിരാശി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്. വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേയ്, പിന്നെ എവിടാ? ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം
അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. ഹലോ മിസ്റ്റർ രാംദാസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹലോ ദാസ്, താങ്ക് യു. താങ്ക് യു. ஹலோ தாஸ், எப்ப அமெரிக்கா போக போறீங்க? I should get my papers ready. Oh, சார் கங்க்ராச்சுலேஷன். thank you. நம்ம ஆபீஸ்க்கு இது ഹലോ Thank you. Oh, thank you. Thank you. Thank you. ஆமா, Eh? அமெரிக்கா போறீங்கல்ல, ஏன் விஜய் உங்க கூட வரலையா? நான் மட்டும் போனா போதும் கமிஷன் சொன்னாங்க. ஆனா அமெரிக்கையில வந்து கொஞ்சம் சாய்ப்பங்கிட்ட எல்லாம் பேசணுமே. ஆமா. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய ஆகிடும். இவருக்கு இங்கிலீஷ் தெரியாதே, அதனால. அது கரெக்ட், அது கரெக்ட். ஓ, தேங்க்யூ. നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയൽ? അത് മീൻ അവിയലും ഭയങ്കര മനോഹരായിരിക്കും. കുളിച്ചു വാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ, നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞു പോയി. തന്നെ? ആ, വല്ലാണ്ട് മെലിഞ്ഞു പോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ. അമേരിക്ക, 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 അമേരിക്ക. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാള് വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എടാ സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ലേ. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം മിണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി, എന്തോ എടാ പട്ടി. എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും. നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരം മിണ്ടില്ല. ഇല്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറി തുപ്പും, ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ, ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള്. നോ, സ്റ്റോപ്പ് ഇറ്റ്. ഹു ആർ യു? മദ്രാസ് സ്റ്റുഡിയോയുടെ ഫോട്ടോഗ്രാഫറാണ് സർ. നോ, ഫോട്ടോ എടുക്കരുത്. എടുത്തോട്ടെ സാർ. പാടില്ല മിസ്റ്റർ രാംദാസ്. നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഏയ്, ഇവിടുത്തെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു വെച്ച് അമേരിക്കയിൽ ഇരിക്കുന്ന കള്ളന്മാർ എങ്ങനെ അറിയാനാണ് സാർ? പാവം പത്രക്കാർ സാർ. എടുത്തോട്ടെ.
ആ ഓക്കെ. ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. കൂടെ CID രാംദാസ് അമേരിക്കയിലേക്ക് എന്ന് വേണ്ട ക്യാഷത്തെ ഒരു ന്യൂസും. ഓക്കെ. 1 മിനിറ്റ്. എന്റെ ഫോട്ടോ. ഓക്കെ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. ഓക്കെ സർ. കമോൺ കമോൺ. ഫോട്ടോ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നമ്പർ 1, അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. അതിന് ഞങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ സർ. ദാറ്റ് ഈസ് നമ്പർ 2. Huh? തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. CIDകളാവുമ്പോ എപ്പോഴും ഒരു കോഡ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സർ കോഡ്? മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. അതെ, മേനോൻ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് എന്നോട് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് ഞാൻ പറയണം. കറക്റ്റ്. ദാറ്റ്സ് ഗുഡ്. മൊത്തത്തിൽ രസമുണ്ട്. ഇനി ഇപ്പൊ മേനോ വന്നില്ലെങ്കിലും ഈ കോഡുമായി മറ്റാരെങ്കിലും പുള്ളിക്കാരൻ അയച്ചു എന്ന് വരും. അതായത് ആളിന്റെ മുഖമല്ല പ്രധാനം, കോഡാണ്. London, Oh. New York by AI സമയമായി. 101 Okay, are boys. requested to pass Okay, through അറിയാമല്ലോ. security. എന്റെ മാത്രം ഉറപ്പിന്റെ പേരില നിങ്ങളെ ഈ അന്വേഷണത്തിന് അയക്കുന്നു. വിജയപതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീയിൽ ആളുകളായിട്ട് തിരിച്ചു വരണം. പോലീസ് വകുപ്പിന്റെയും നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മാനം കാക്കണം. ഓക്കെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ലാൻഡ് ചെയ്തെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. യവന്മാരെങ്ങനെ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് ഈ കഞ്ചാവ് പുറത്തിറക്കണം? അത് അവന്മാരുടെ തലവേദന. കസ്റ്റംസുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റും കാണും. നമ്മുടെ ജോലി അവന്മാരെ കണ്ടുപിടിക്കുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. യവന്മാരെ എങ്ങനെ ഈ ബഹളത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുപിടിക്കും? മലയാളികളെ കണ്ട തിരിച്ചറിയാൻ ഒക്കത്തില്ലേ? അല്ല, ഫ്ലൈറ്റില് വേറെ മലയാളികൾ ഉണ്ടെങ്കിൽ ഒന്ന് ചുമ്മാരിയെന്നേ. അവന്മാരെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അവന്മാര് നമ്മളെ കണ്ടുപിടിച്ചോളൂ. ഇത്രയും രൂപയ്ക്കുള്ള കഞ്ചാവ് കൊണ്ടിരുന്നവര് ചില്ലറക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. അതും ശരിയാ.
മലയാളി മോന്തയുള്ള ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ. ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ, നമ്മൾ ചുറ്റുമെന്നാ തോന്നുന്നത്. ഏയ്, നമ്മുടെ ഈ CD കോഡുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ മട്ടോ. യവന്മാരെവിടെ പോയി കിടക്കുന്നു? ഇനി കസ്റ്റംസുകാരെ പൊക്കിയോ? പറയാനൊക്കെയല്ല. വാ, നമുക്ക് അവിടെ നോക്കാം. സാധനം കയ്യിലുണ്ടോ? ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ CIDകളാണ്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ, എനിക്ക്. മറുകോടോ? അതെ, സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോഡാ. ഒരിക്കലും നമ്മുടെ CID കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. അതെ. പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Stop shouting. സാധനം കയ്യിലുണ്ടോ? It's not a place to fight. If you continue to fight like that, I'm going to call the police. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ. സാധനം കയ്യിൽ. സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും ഇനി വൈകണ്ട. വരൂ, എല്ലാരും കാത്തിരിക്കുക. വരൂ.